പൃഥ്വിരാജ് എമ്പുരാൻ്റെ സംവിധായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. എമ്പുരാൻ്റെ ഈ നറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള പടത്തിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഷോട്ടിൽ ഇന്നത് സംഭവിക്കും. ആ സംഭവം പറഞ്ഞപ്പോൾ ആ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ആ പുള്ളി പറഞ്ഞത് ഇതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് ആ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു പർട്ടിക്കുലർ സീൻ ഏതാണെന്ന് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന മൂവി രാവിലെ ഫാൻ ഷോയ്ക്ക് തന്നെ 6:15 ഷോയ്ക്ക് 6 മണിക്ക് വേറൊരു ഷോ 6:15 ഷോയ്ക്ക് പോയി കണ്ടു. സിനിമേനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചൊരു കാര്യം, ഇത് മലയാളം സിനിമ തന്നെയാണോ, മലയാളത്തിലെ ഒരു സിനിമ തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത എല്ലാവരിലൂടെയും പോയിട്ടുണ്ടാവും. അത്രയ്ക്ക് ഒരു ഗംഭീരമായ ഒരു വിഷ്വൽ മേക്കിംഗ് ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഒരു സിനിമയുടെ 2ാം ഭാഗം ഇറങ്ങുക എന്ന് പറയുന്ന സമയത്ത് ആ സിനിമയുടെ 1ാം ഭാഗമായിട്ട് തന്നെ, അതായത് വിജയിച്ച 1ാം ഭാഗമായിട്ട് തന്നെയായിരിക്കും ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ തട്ടിച്ചു നോക്കുക. പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിട്ടും നിങ്ങൾക്കിത് കണ്ടു തീർക്കാം എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്കും തോന്നിയൊരു കാര്യം അതാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലൂസിഫറിലെ ആ ഒരു കഥാതന്തുവിൻ്റെ ബാക്കിയായിട്ടൊക്കെ തന്നെയാണ് വരുന്നതെങ്കിൽ കൂടിയും ഇതൊരു സ്റ്റാൻഡ് അലോൺ പടം ആയിട്ട് തന്നെയാണ് ഈ സിനിമയുടെ ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതി. അതായത് ഒരു തുടക്കമുണ്ട്, ഒരു ഒടുക്കമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. പിന്നെ ലൂസിഫറും എമ്പുരാനും തമ്മിൽ തട്ടിച്ചു നോക്കുന്ന സമയത്ത് രണ്ടും ഡിഫറൻഷിയേറ്റിലാണ്. അതായത് ലൂസിഫർ എന്ന് പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഒന്നും ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ 2ാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പുള്ളീനെ പറ്റി, അതായത് എബ്രഹാം എന്ന് പറയുന്നതിനെ പറ്റിയും സ്റ്റീഫൻ നെടുമ്പള്ളി എന്നൊക്കെ പറയുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ചെറിയൊരു ഔട്ട്ലുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെയായിരിക്കും നമ്മൾ സിനിമ കാണുന്നതെന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്കൊരു ആ ഒരു ഹൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. സോ എന്തായാലും ഒരു നെക്സസ് ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ സർപ്രൈസ് എലമെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്തായാലും സ്പോയിലർ ഒന്നും വാരി വിതറാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമ എല്ലാവർക്കും, അതായത് ലൂസിഫർ കണ്ട എല്ലാവർക്കും എമ്പുരാൻ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ഒബ്വിയസ്ലി എന്തായാലും നമ്മൾ കഥയുടെ സ്പോയിലറും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റീനെ പറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പേസ്, അതായത് സിനിമയുടെ ഒരു പേസ് എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പം ഒരു ഭയങ്കര ഒരു പേസ് പിടിച്ച് ഭയങ്കര സ്പീഡിൽ കുത്തി നിറയ്ക്കുന്ന രീതിയിലല്ല ഈ ഒരു സിനിമ പോയിട്ടുള്ളതെന്ന് ആദ്യം തന്നെ പറയാം. അത് ഒരു സ്പേസിൽ ഇങ്ങനെ പോകുന്ന ഇതാണ്. അതിനനുസരിച്ചുള്ള മ്യൂസിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിദേശ താരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനിങ്ങനെ സിനിമ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ പിന്നെ സിനിമേനെ പറ്റി ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാത്തത്. ഒബ്വിയസ്ലി നമുക്ക് സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റീൻ്റെ ഒന്നും പറയാനില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞില്ലേ, പൃഥ്വിരാജ് സുകുമാരൻ ഇങ്ങനെ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അത്. ഒബ്വിയസ്ലി ആ ഒരു പെർട്ടിക്കുലർ സീൻ തന്നെ മതി. അതെങ്ങനെ ഷൂട്ട് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ഇതാക്കി എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഇങ്ങനെ വന്നു. വാവ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ. സോ എന്തായാലും ഫാൻ ഷോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫാൻ ഷോയിൽ കാണുമ്പോൾ നമുക്ക് ഫാൻസിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനുള്ള കുറേ മൊമെൻറ്റ്സ് കിട്ടും. അത് ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. ഫാൻ ഷോസ് എന്ന് പറയുന്ന തന്നെ സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ എന്തായാലും ഫാൻ ഷോയിൽ കണ്ടപ്പോൾ കിട്ടി. ഒബ്വിയസ്ലി അതൊന്നും കൂടി ഈ പടം ഒന്നും കൂടി കാണണം എന്ന് എനിക്കിപ്പം ഒരാഗ്രഹമുണ്ട്. അറിയില്ല അത് നടക്കുമോ, അതായത് ഇനിയിപ്പം നമ്മൾ തിയേറ്ററിൽ ഇനി OTT വരുമ്പോഴാണോ കാണുന്നതൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഒരിക്കൽ കൂടി കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് റേഞ്ച് ഒരു സാധനമാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഇവരൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു പാർട്ട് 3 ഉള്ള കാര്യം ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പാർട്ട് 3യിലേക്ക് വരുമ്പോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇത് അവസാനിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടിയും ഈ സിനിമയ്ക്ക് ഒരു തുടക്കവും ഒടുക്കവും കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഡയറക്ടർ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഡയലോഗ് ഡെലിവറീസ് ആണെങ്കിലും, അതായത് ലൂസിഫർ 1ൽ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ആൾക്കാർക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് വരുന്നതും, പിന്നെ ഒരുപാട് പേർക്ക്, അതായത് രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പം ഒരു പാർട്ടീൻ്റെയും പേര്
ഡയറക്റ്റ് പറയാതെ തന്നെ ഇൻഡയറക്റ്റായിട്ട് ഓരോരുത്തരെയും എടുത്ത് ഓരോ ഡയലോഗിൽ അവർക്ക് സംഭവിച്ച കുറേ കാര്യങ്ങൾ, അതായത് ഓരോ ഡയലോഗിനും ഓരോ അർത്ഥം വ്യക്തമായി കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് മുരളി ഗോപി ഇതിനകത്ത് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഈ രാഷ്ട്രീയ പാർട്ടികളെ തൊടുക അല്ലെങ്കിൽ ഈ മതം അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് പലരും പല രീതിയിലെടുക്കും. പിന്നെ സിനിമയ്ക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള രീതിയിൽ തന്നെ നമ്മളത് പോകുമ്പം അതത്ര വലിയ ഇതാവില്ല. പക്ഷെ എന്നാലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. സിനിമ അങ്ങനെയാണല്ലോ. സോ ഇതൊക്കെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന മൂവി കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഞാൻ അതായത് കുറേ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും പോയില്ല. ബിക്കോസ് നമ്മൾ ഈ റിവ്യൂ പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ സീൻ ബൈ സീനൊക്കെ എടുത്ത് ഇങ്ങനെ പറയേണ്ട ആ ഒരു ഇത് വരും. ഒരുപാട് പേര് സിനിമ കാണാണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളത് പറയുന്ന സമയത്ത് അവരുടെ ആസ്വാദനത്തെ അത് എന്തായാലും ബാധിക്കും. സോ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ സിനിമയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ പോയി സിനിമ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒബ്വിയസ്ലി ഓരോ പ്രേക്ഷകനും ഓരോ അഭിപ്രായമായിരിക്കും. ഇപ്പം ഞാൻ എന്ന് പറയുന്ന പ്രേക്ഷകന് സിനിമ ഏത് രീതിയിലാണ്, ഇപ്പം ഞാൻ വിഷ്വലിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ എനിക്ക് വിഷ്വലിൽ കൂടുതൽ കണക്റ്റായി എന്നുള്ള രീതിയിലായിരിക്കും വരിക. ചിലർക്ക് ഡയലോഗ് ഡെലിവറി ആയിരിക്കും, ചിലർക്ക് ഫൈറ്റ് ആയിരിക്കും, ചിലർക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വിലയിരുത്തി. പിന്നെ കുറേ പേർക്ക് ഒരേപോലെ ചിന്തിക്കുമ്പോൾ ഒരേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള രീതിയിലാണ്. സോ നിങ്ങളുടെ പ്രേക്ഷകന് സിനിമ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും പോയി കാണാം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. ബിക്കോസ് അതിനുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട്. നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഈ ചെറിയ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെന്നൊന്നുമില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടും. ഒരു തിയേറ്റർ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സംഭവമല്ലേ, ആ തിയേറ്റർ ഇമ്പാക്റ്റ് കിട്ടും. അപ്പോൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ ഒബ്വിയസ്ലി നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരെയും ബൈ ഗൈസ്.